ഹലോ, ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്താലോ? അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഒരു അളവ് ടോപ്പ് എടുത്തിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു സ്ക്വയർ പീസ് ആദ്യം തന്നെ ലൈനിങ്ങിലാണ് കട്ട് ചെയ്തത്. അതിനുശേഷം നെറ്റിൻ്റെ ക്ലോത്തിൽ ഞാൻ ലൈനിങ് വെച്ച് അടിച്ചതിന് ശേഷം ബാക്കി പീസ് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത്. ഷോൾഡറും കഴുത്തും എല്ലാം അടിച്ചതിന് ശേഷം ബാക്കി പീസ് കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു നെറ്റിൻ്റെ തുണിക്ക് 65 രൂപയാണ് ആയത്. ലൈനിങ്ങിന് 45 തോന്നുന്നു. 3 മീറ്ററാണ് ഞാൻ എടുത്തത്. അപ്പം വലിയ കുഴപ്പമില്ലാത്ത തുണിയാണ്. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പം കഴുത്തിൽ ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് അതിന് ശേഷം കഴുത്തിലൊരു ഫ്രില്ല് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രില്ല് നെറ്റിൻ്റെ തുണിയിൽ ജസ്റ്റ് ഒരു ഇഞ്ചിൽ ഒരു ഇഞ്ച് വീതിയിൽ എടുത്തിട്ട് ചുമ്മാ അടിച്ചു കൊടുത്തതിന് ശേഷം നൂല് കൊണ്ടിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കൈയാണ് വെച്ച് കൊടുക്കുന്നത്. കൈ പ്ലെയിൻ നെറ്റാണ്, ലൈനിങ് ഒന്നും കൊടുക്കുന്നില്ല. കൈ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ബാക്കിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു വള്ളി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി വെച്ചിട്ടാണ് ആ ഒരിത് കൊടുക്കുന്നത്. താഴത്തെ ഒരിത് മാത്രം നെറ്റിൻ്റെ തുണി എടുക്കുന്നുള്ളൂ. അതിനുശേഷം കയ്യിലും അതുപോലെ തന്നെ ഈ ഒരു ലൈനിങ് വള്ളി വെക്കുന്നതിൻ്റെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കയ്യിലും നമ്മൾ കഴുത്തിൽ ചെയ്ത കണക്ക് തന്നെ ഒരു ഫ്രില്ല് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പം സൈഡ് ജോയിൻ ചെയ്യുവാണ് ഇനി ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ കൈയുടെ അളവെടുത്തിട്ട് എനിക്ക് 5.5 വരുന്നത്. ആ ഒരു 5.5 അളവിൽ മാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ടോപ്പിൻ്റെ അത്രയും ഭാഗം വരെ ഫുള്ളായിട്ട് അടിച്ചിട്ട് താഴോട്ട് വരുമ്പം ലൈനിങ്ങും നെറ്റും സെപ്പറേറ്റ് ആയിട്ടാണ് അടിക്കുന്നത്. ആദ്യം നെറ്റ് അടിച്ചതിന് ശേഷം ലൈനിങ്ങിൻ്റെ തുണി അടിക്കുവാണ്. ലാസ്റ്റ് നമ്മൾ താഴെ കൊടുക്കാൻ വേണ്ടിയിട്ടും കയ്യിലും കഴുത്തിലും കൊടുത്ത പോലെ ഒരു ഫ്രില്ല് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റേ നമ്മൾ ചുരുക്കിയിട്ടാണ് എടുത്തത്, പക്ഷേ ഇത് ഞാൻ പ്ലീറ്റ് പിടിക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ ചുരുക്കിയിട്ട് എടുക്കുമ്പോൾ ഒത്തിരി തുണി വേണം. അപ്പോൾ ലൈനിങ്ങിൻ്റെ നെറ്റിൻ്റെ തുണിയാണെങ്കിൽ 3 മീറ്റർ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പം കഴിഞ്ഞായിരുന്നു. ബാലൻസ് വന്നിട്ടുള്ള തുണി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്ലീറ്റാണ് പിടിച്ചു കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം താഴെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് പറയുക. കഴിഞ്ഞൊരു ടോപ്പ് ഒരു പാനൽ കട്ട് ടോപ്പിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് നല്ലൊരു റെസ്പോൺസായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇതിഷ്ടപ്പെടുമെന്ന് ഉറപ്പായിട്ടും കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.